ഇവിടെ ആരുമില്ലെന്ന് തോന്നല്ലോ. അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ 1-2 തവണ ഇവിടെ വന്ന് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. വാടി. എന്താ ഡോക്ടർ? നാളെ ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞത് ശരി തന്നെ. പക്ഷേ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ സച്ചിയുടെ കയ്യിലാണ്. ഞാൻ എന്താ ഡോക്ടർ ചെയ്യണ്ടേ? ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനോ, കമല ആഗ്രഹിക്കുന്നത് അവരുടെ മകളുടെ സാമീപ്യമാണ്. അത് കൊടുക്കാൻ സച്ചിക്ക് സാധിച്ചാൽ കമല സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ഇല്ലെങ്കിൽ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടോ ഡോക്ടർ? തൻ്റെ അമ്മയ്ക്ക് ആവശ്യം മരുന്നും ഗുളികകളും നിങ്ങളുടെ കെയറും മാത്രമല്ല, സ്നേഹവും സുരക്ഷിതത്വവും കൂടിയാണ്. ഒപ്പം നഷ്ടപ്പെട്ടു പോയ മകളെ തിരിച്ചു കിട്ടി എന്ന തോന്നലും. അത് സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അമ്മയുടെ രോഗം അവിടെ തീരും. ഇനി അധികം താമസിക്കത്തില്ല ഡോക്ടർ. അമ്മയുടെ മകള് അമ്മയുടെ അടുത്ത് തിരിച്ചെത്തും. 2 ആഴ്ച കഴിഞ്ഞൊരു ഫോളോ അപ്പ് ഉണ്ട്. മരുന്നിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ അപ്പോൾ നമുക്ക് നോക്കാം. എന്തെങ്കിലും ചേഞ്ച് കണ്ടാൽ അപ്പം തന്നെ എന്നെ വിവരം അറിയിക്കണം. ശരി ഡോക്ടർ. തന്റെ ഭാര്യയല്ലേടോ, പോയി വിളിച്ചോണ്ട് പാടോ. ശരി ഡോക്ടർ. ഞാൻ എന്താ പറയണ്ടേ? ഗൗരിമോൾ പറയുന്നത് സച്ചിയങ്കിളിനെ കാണണമെന്നാ. അവക്ക് സച്ചേടിനെ അത്രയ്ക്ക് ഇഷ്ടം. അച്ഛനും സച്ചേടിനെ തമ്മിലുള്ള പിണക്കം മാറ്റാൻ അവളിപ്പോ ആവശ്യപ്പെട്ടിരിക്കുക. മോള് പറഞ്ഞത് കേട്ട് ഗോകുലാകെ ഷോക്കായിരിക്കുക. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു രൂപം കിട്ടുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ചെറിയൊരു മാനസികാഘാതം പോലും ഗൗരിമോക്ക് താങ്ങാൻ പറ്റില്ല. ഗോകുല മോളോട് എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. എന്റെ ഭയം അതല്ല. ഗൗരിമോളുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞ സച്ചേട്ടൻ പ്രാണം കളഞ്ഞ് ഓടിയെത്തും. അതെ, അയാള് വിചാരിക്കുന്നത് ഗൗരിമോള് നിങ്ങളുടെ മോൾ തന്നെയാണെന്നാ. പല തവണ അയാൾ അങ്ങനെ പറഞ്ഞപ്പോഴും ഞാൻ മിണ്ടാതിരുന്നത് എല്ലാം ശുഭമായിട്ട് അവസാനിക്കുന്ന ഒരു ദിവസം വരുമ്പോ പറഞ്ഞു മനസ്സിലാക്കാന്ന് കരുതിയാണ്. അതിനിടയില് ദൈവം ഒരു ട്രാപ്പ് ഉണ്ടാക്കി എല്ലാരെയും അതിലേക്ക് വലിച്ചിടുമെന്ന് ഞാൻ കരുതിയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? ഒരു വഴിയേ ഉള്ളൂ. അയാൾ ഈ വിവരം അറിഞ്ഞ് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് സത്യം അയാൾ അറിയണം. അയാളെ അത് അറിയിക്കണം. പെട്ടെന്നത് പറഞ്ഞാ സച്ചേട്ടൻ വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളെ വിശ്വസിച്ചാലില്ലെങ്കിലും സത്യം അതാണല്ലോ. ആദ്യം അയാൾ ചിലപ്പോ എതിർക്കും. നമ്മൾ അയാളെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയും. ചിലപ്പോ ഭീഷണി മുഴക്കും. പക്ഷേ ഈ സത്യം അയാളെ കൊണ്ട് അംഗീകരിച്ചേ പറ്റൂ. അപ്പോ ഞങ്ങളുടെ മോൾ എവിടെയെന്ന് ചോദ്യം ഉണ്ടാവില്ലേ? അതിനെന്ത് മറുപടി പറയും? നിങ്ങളെ കുഞ്ഞിന് എന്ത് പറ്റിയെന്നുള്ള അന്വേഷണത്തിലാണ് ഞാൻ ഇപ്പോഴും. അതിനെക്കുറിച്ച് എനിക്ക് ഇതുവരെ വ്യക്തമായൊരു അറിവൊന്നും കിട്ടിയിട്ടില്ല. വർഷം 10 കഴിഞ്ഞല്ലോ. ഇനിയെല്ലാം ആദ്യം മുതലേ അന്വേഷിച്ചു തുടങ്ങണം. രാജീവ് എങ്ങനെയെങ്കിലും എന്റെ കുഞ്ഞിനെ ഉടനെ കണ്ടുപിടിക്കണം. അർച്ചന പേടിക്കണ്ട, അതിനുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അടിയന്തരമായി നമ്മൾ പരിഹരിക്കേണ്ടത് ഈ പ്രശ്നമാണ്. സച്ചിയുടെ സത്യം ആര് പറയും? എനിക്ക് വയ്യ. എനിക്കത് പറ്റില്ല രാജീവ്. തൽക്കാലം സച്ചിയെ പോയി കാണാൻ നിൽക്കണ്ടെന്ന് ഞാൻ ആളിനോട് പറയാം. അർച്ചന ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നതാണ് തൽക്കാലം നല്ലത്. ഗൗരിമോളുടെ വിഷമം കുറച്ച് കഴിയുമ്പോൾ മാറും. അതിനിടയില് സച്ചേട്ടൻ എങ്ങനെയെങ്കിലും ഇത് അറിഞ്ഞ് കയറി വന്നാലോ? അങ്ങനെ സംഭവിച്ചാ അത് അവിടെ വെച്ച് നേരിടണം. നേരിട്ടേ പറ്റൂ. സച്ചേട്ടന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഞാൻ തളർന്നു പോ രാജീവ്. എത്ര കയ്പ് നിറഞ്ഞാണെങ്കിലും സത്യം അംഗീകരിക്കാതെ പറ്റില്ല. തൽക്കാലം ആരും സച്ചിയെ ഒന്നും അറിയണ്ട. ബാക്കിയൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. പറഞ്ഞത് വല്ലതും പാളിപ്പോയാ ഈ തോക്കിലുണ്ടാ നിങ്ങളുടെ 2 തലയിലൂടെ കയറി ഇറങ്ങും. അത് മറക്കരുത്. ഞാൻ പറഞ്ഞതൊക്കെ സത്യോ? ഞങ്ങളെ എങ്ങനെയെങ്കിലും ഇതിന്ന് രക്ഷപ്പെടാൻ അനുവദിച്ചാ മതി. ആദ്യം നീ പറയുന്നത് സത്യമാണോ നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം രക്ഷപ്പെടണോ വേണ്ടയോന്ന്.
ഇറങ്ങ. ഇറങ്ങി വാ. ഇത് തന്നെയാണല്ലോ അല്ലേ? ദേ, വെറുതെ ഞങ്ങളോട് അഭ്യാസം കാണിക്കരുത്. ഞങ്ങൾക്ക് ജീവനിൽ പേടിയുണ്ട്. എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ ഞങ്ങളെ കൊല്ലുമെന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ വീട്ടിൽ സുഗതൻ മേനോൻ ഇല്ലെങ്കിൽ രണ്ടെണ്ണത്തിന്റെ അന്ത്യം ഇവിടെ തന്നെ ആയിരിക്കും. അദ്ദേഹത്തിന്റെ കാറാണ് ആ കിടക്കുന്നത്. അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട്. മൂർത്തി, ബെല്ലടിക്കും. ഇവിടെ ആരുമില്ലെന്ന് തോന്നല്ലോ. അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ 1-2 തവണ ഇവിടെ വന്ന് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. വാടി. വരണം വരണം. വെൽക്കം. ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. നീ ഞങ്ങളെ ചതിക്കായിരുന്നല്ലേ?